നമ്മുടെ ക്ലാസി എം ചാനലിലെ ഓണം സ്പെഷ്യൽ സീരീസിലെ സേമിയ പായസം റെസിപ്പിയാണ് ഇന്ന് കാണിക്കാൻ പോകുന്നത്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപേ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും അതോടൊപ്പം തന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്യാനും മറക്കല്ലേ. പായസം തയ്യാറാക്കുന്നതിനായി ഞാനിവിടെ 1 ലിറ്റർ പാലെടുത്തിട്ടുണ്ട്. പാലെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഫുൾ ക്രീം അല്ലെങ്കിൽ ഫുൾ ഫാറ്റ് ആയിട്ടുള്ള പാലെടുക്കുമ്പോഴാണ് നമുക്ക് ഒരു പിങ്കിഷ് അഥവാ ഒരു ക്രീമി ടെക്സ്ചർ ഉള്ള പായസം കിട്ടുന്നത്. ഇനി ഒരു നോൺ സ്റ്റിക് പാനോ അല്ലെങ്കിൽ ഒരു അടി കട്ടിയുള്ള പാത്രമോ നമുക്ക് ചൂടാവാനായി വെക്കാം. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ചേർക്കാം. നെയ്യ് ഒന്ന് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് നമുക്ക് സേമിയ ചേർത്ത് കൊടുക്കണം. ഞാനിവിടെ ഒരു 1/4 കപ്പോളം റോസ്റ്റഡ് സേമിയ ആണ് എടുത്തിട്ടുള്ളത്. ഇതിന് പകരം നിങ്ങൾക്ക് റോസ്റ്റ് ചെയ്യാത്ത സേമിയ വേണമെങ്കിലും എടുക്കാം. ഇനി ഇത് നന്നായി ഒന്ന് വറുത്തെടുക്കണം. ഇതിപ്പോൾ റോസ്റ്റഡ് ആയതുകൊണ്ട് നമ്മൾ കുറച്ചു നേരം വറുത്താൽ മതിയാകും. ഇതിന് പകരം നിങ്ങൾ എടുത്തിട്ടുള്ളത് റോസ്റ്റ് ചെയ്യാത്ത സേമിയ ആണെങ്കിൽ അതൊന്നൊരു ഗോൾഡൻ കളർ ആവുന്നതുവരെ വറുത്തെടുക്കണം. ഞാനിവിടെ 150 ഗ്രാമിന്റെ പാക്കറ്റിൽ നിന്നും ഏകദേശം പകുതിയിലധികം സേമിയ ഇപ്പോൾ എടുത്തിട്ടുണ്ട്. ആവശ്യത്തിന് വറുത്തെടുത്തതിനു ശേഷം നമുക്ക് സേമിയ ഇതിൽ നിന്നും മാറ്റിക്കൊടുക്കാം. ഇനി അതേ പാനിലേക്ക് നമുക്ക് പാല് ചേർത്ത് കൊടുക്കണം. അതിനു മുൻപേ ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ച് പാത്രത്തിന്റെ ചൂടൊന്ന് കുറയ്ക്കാം. അതിലേക്ക് ഞാൻ മാറ്റിവെച്ച 1 ലിറ്റർ പാൽ ചേർത്ത് കൊടുക്കുകയാണ്. ഇതോടൊപ്പം തന്നെ നമുക്ക് 2 കപ്പ് വെള്ളം കൂടി ചേർക്കണം. 2 കപ്പ് എന്ന് പറയുമ്പോൾ 500 ml വെള്ളമാണ് ഞാനിവിടെ ചേർക്കുന്നത്. 1 ലിറ്റർ പാലിന് 1/2 ലിറ്റർ വെള്ളം. ഇനി നമുക്ക് ഫ്ലെയിം മീഡിയത്തിലേക്കിട്ട് ഈ പാലൊന്ന് തിളപ്പിച്ചെടുക്കാം. ഇടവിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. പാല് പാട കെട്ടാതിരിക്കാനാണ് ഇങ്ങനെ ചെയ്യുന്നത്. പാല് നന്നായി ഒന്ന് തിളച്ചു വരുമ്പോൾ അതിലേക്ക് നമുക്ക് നേരത്തെ വറുത്തു മാറ്റി വെച്ച സേമിയ ചേർത്ത് കൊടുക്കാം. പിന്നീട് ഇതൊന്ന് തിളച്ചു വറ്റുന്നത് വരെ നമുക്ക് തുടർച്ചയായി ഇളക്കി കൊടുക്കാം. അതോടൊപ്പം തന്നെ ഈ സേമിയ വെന്തു വരികയും ചെയ്യും. ഇങ്ങനെ ഒരു 7-8 മിനിറ്റോളം നമുക്കിതൊന്ന് തുടർച്ചയായി ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കാം. പാലൊട്ടും തന്നെ പാട കെട്ടാതെ ഇരിക്കണമെങ്കിൽ ഇങ്ങനെ തുടർച്ചയായി ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കണം. ഇപ്പോൾ ഏകദേശം 7 മിനിറ്റ് ആയിട്ടുണ്ട്. ഇപ്പോൾ സേമിയ നന്നായി വെന്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 1/2 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. വീണ്ടും നന്നായി ഇളക്കി കൊടുക്കുക. ഈ സമയം ഞാൻ ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ പഞ്ചസാരയും 4-5 ഏലക്കായും ചേർത്ത് പൊടിച്ചതിന് ശേഷം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിനു പകരം നിങ്ങൾക്ക് ഏലക്കാ പൊടി ഒറ്റയ്ക്ക് തന്നെ ചേർത്ത് കൊടുക്കാം. ഏലക്കാ പൊടിക്കുന്നതിനുള്ള എളുപ്പത്തിന് വേണ്ടിയാണ് ഞാൻ ഇതിൽ പഞ്ചസാര ചേർത്തത്. ഈ അളവിൽ പഞ്ചസാര ചേർത്താൽ ഒരു മീഡിയം മധുരമായിരിക്കും ഉണ്ടായിരിക്കുക. നിങ്ങൾക്ക് വേണമെങ്കിൽ മധുരം കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം. ആവശ്യത്തിന് മധുരമെല്ലാം ചേർത്തതിന് ശേഷം നമുക്കിത് വീണ്ടും വറ്റിച്ചെടുക്കാം. ഞാനിവിടെ ഇതിങ്ങനെ ഒരു 7-8 മിനിറ്റ് കൂടി ഇനി ഒന്ന് വറ്റിച്ചെടുക്കുന്നുണ്ട്. മൊത്തം സേമിയ ചേർത്തതിനു ശേഷം ഞാൻ 15 മിനിറ്റോളമാണ് പാല് ചൂടാക്കിയെടുക്കുന്നത്. അങ്ങനെ ഒരു കട്ടിയുള്ള കൺസിസ്റ്റൻസി വരുമ്പോൾ നമുക്കിത് ഓഫാക്കി കൊടുക്കാം. ആ സമയമാണ് പാലൊന്ന് കളർ മാറി ഒരു പിങ്കി നിറമായി മാറുന്നത്. ഇനി നെയ്യിന്റെ സ്വാദ് ഇഷ്ടമുള്ള ആളുകളാണ് നിങ്ങളെങ്കിൽ ഈ സമയം നിങ്ങൾക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ നെയ്യ് ചേർക്കുന്നില്ല. അതുപോലെ തന്നെ മിൽക്ക് മെയ്ഡ് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ പാലാവശ്യം വറ്റി വന്നിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഓഫ് ചെയ്ത് നമുക്കിതിലേക്ക് കാഷ്യൂവും ഉണക്കമുന്തിരിയും വറുത്തു ചേർത്ത് കൊടുക്കാം. അതിനായി ഒരു പാനിലേക്ക് 1 ടേബിൾ സ്പൂൺ ഗീ ചേർത്ത് കൊടുക്കാം. ഗീ നന്നായി ഒന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് കാഷ്യൂ ചേർത്ത് കൊടുക്കാം. കാഷ്യൂ ഒന്ന് കളർ മാറി വരുമ്പോൾ അതിലേക്ക് നമുക്ക് ഉണക്കമുന്തിരിയും ചേർത്ത് കൊടുക്കാം. ഉണക്കമുന്തിരിയും കൂടി ആവശ്യത്തിന് വറുത്തതിനു ശേഷം നമുക്കിത് പായസത്തിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇവിടെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, പായസം നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്ത് എടുത്തു വെക്കുമ്പോഴും വീണ്ടും ഇത് നന്നായി ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. ഇടവിട്ട് അങ്ങ് ഇളക്കി കൊടുക്കുമ്പോഴാണ് പായസം തീരെ പാട കെട്ടാതെ ഇരിക്കുകയുള്ളൂ. ഇപ്പോൾ നമ്മുടെ സദ്യ സ്പെഷ്യൽ സേമിയ പായസം ഇവിടെ തയ്യാറായി കഴിഞ്ഞു കേട്ടോ. ഇനി നമുക്കിത് ചൂടോടെ തന്നെ സെർവ് ചെയ്യാം. വളരെ ഈസി ആയിട്ടുള്ള ഈ ഒരു റെസിപ്പി ഈ ഓണത്തിന് നിങ്ങളും കൂടി ഒന്ന് തയ്യാറാക്കി നോക്കൂ.
എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്സ് കൂടി എന്നെ ഒന്ന് അറിയിക്കൂ. നമുക്ക് മറ്റൊരു ഓണം സ്പെഷ്യൽ വിഭവവുമായി വീണ്ടും കാണാം.